എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ പലയിടങ്ങളിൽ കാണുന്ന ഒരു വചനമാണ് ഇടയനായ ദൈവം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയാണ് ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. പ്രിയമുള്ളവരെ, ഒരിടയൻ തൻ്റെ ആടുകളെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നുവോ, എപ്രകാരം പരിപാലിക്കുന്നുവോ, എപ്രകാരം കാത്തു സൂക്ഷിക്കുന്നുവോ, ആ ഒരു കരുതൽ ദൈവത്തിന് തൻ്റെ മക്കളോടുണ്ട്. രാത്രികാലങ്ങളിൽ ഇടയൻ ആടുകളെയെല്ലാം തൻ്റെ ആലയിലേക്ക് കയറ്റിയിട്ട് രാത്രിയുടെ മറവിൽ പതിയിരിക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് ആടുകളെ സംരക്ഷിക്കുവാൻ ഇടയൻ തൻ്റെ ജീവൻ പോലും വകവെക്കാതെ ആ ആലയുടെ കവാടത്തിൽ കുറുകെ കിടക്കും. കാരണം ഏതെങ്കിലും വന്യമൃഗങ്ങൾ ആടുകളെ ആക്രമിക്കുവാൻ കടന്നു വരികയാണെങ്കിൽ ഇടയനെ ആക്രമിച്ചിട്ടല്ലാതെ ആടുകളെ അപഹരിപ്പാനായി കഴിയുകയില്ല. അതുകൊണ്ട് ഇടയൻ ആടുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന്, ആടുകളുടെ ജീവൻ നിലനിർത്തുന്നതിന് ഒരിടയൻ അനുഭവിക്കുന്ന സാഹസികമായ ജീവിതാനുഭവങ്ങൾ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണ്. നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന തമ്പുരാൻ കർത്താവ് ഒരിടയനെ പോലെ നമ്മെ കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഈ ഒരു പ്രത്യാശ കൈവിടാതെ കാത്തു സൂക്ഷിക്കണം. യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ശത്രുക്കൾ എൻ്റെ നേരെ കടന്നു വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുന്ന സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനത്തിൽ ഒരു വലിയ പ്രത്യാശ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ജനമായ നമുക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ ഒരു ബന്ധം കാത്തു സൂക്ഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം അത്രമാത്രം കാര്യക്ഷമതയുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതാനുഭവങ്ങളിൽ പ്രതിസന്ധികൾ നമ്മളെ തളർത്തിയേക്കാം, കഷ്ടതകൾ നമ്മളെ വേട്ടയാടിയേക്കാം, രോഗപീഠകൾ നമ്മെ വല്ലാണ്ട് വരിഞ്ഞു മുറുക്കാം. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം കഷ്ടതകൾ കടന്നു വന്നാലും, കാൽവറിയുടെ കൊലക്കളത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനായ തമ്പുരാൻ, ഇടയനായ തമ്പുരാൻ നമുക്ക് കാവലായി, കരുതലായി ചേർത്ത് നിർത്തി നമ്മെ മുൻപോട്ട് നയിക്കുന്ന ഒരിടയൻ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് മുട്ടുണ്ടാകുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രയാസങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും നമുക്ക് പറയുവാൻ സാധിക്കണം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ഇടയൻ വഴികാട്ടിയായി നമ്മോടൊപ്പമുണ്ട്. ഒരുപക്ഷെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വല്ലാണ്ട് പ്രതിസന്ധിയിലായിരിക്കാം. പ്രിയമുള്ളവരെ, തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പ്രത്യാശ കൈവടിയരുത്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ തമ്പുരാൻ, ഇടയനായ തമ്പുരാൻ എന്നും കൂട്ടിനുണ്ട്, കാവലുണ്ട്. നമ്മൾ അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ആമേൻ.